ലാൽ സലാം. ലിയോയെ മലർത്തിയടിച്ച എമ്പുരാൻ. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ലിയോയുടെ കളക്ഷൻ തീർക്കുമോ? ആദ്യ ദിനത്തെ കളക്ഷൻ. പിന്നീടൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല. അതൊരു നടക്കുന്ന കാര്യമാണെന്നും ആർക്കും തോന്നിയിരുന്നില്ല. പക്ഷേ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം കാര്യങ്ങൾ അങ്ങ് മാറുകയായിരുന്നു. എമ്പുരാൻ ഇറങ്ങിയതല്ല, എമ്പുരാൻ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ ആ നിമിഷം മുതൽ കാര്യങ്ങൾ മാറി മറിയുന്ന കാര്യം കണ്ടു. ആദ്യ ദിനം പോലും വേണ്ടി വന്നില്ല സിനിമയ്ക്ക് ലിയോയെ തൂക്കാൻ. ചാനൽ ഇതിനിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ലിയോ വേഴ്സസ് L2E ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിയോ ആദ്യ ദിനം നേടിയത് 12 കോടിയായിരുന്നു കേരളത്തിൽ നിന്ന്. എമ്പുരാൻ നേടിയത് 14 കോടിക്ക് മുകളിലേക്ക്. രണ്ടാം ദിവസം ലിയോ കേരളത്തിൽ നിന്ന് അടിച്ചു തൂക്കിയത് 5.85 കോടിയാണെങ്കിൽ എമ്പുരാൻ 8.45. അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും കളക്ഷൻ വാരിയത് എമ്പുരാൻ തന്നെയാണ്. മൂന്നാം ദിനം 7 കോടിയാണ് ലിയോ നേടിയത്. അവിടെ എമ്പുരാൻ നേടിയത് 9 കോടിയോളമാണ്. നാലാം ദിവസം 8 കോടി ലിയോ നേടിയപ്പോൾ 11 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ നേടിയത്. എമ്പുരാൻ്റെ പൂണ്ടുവിളയാട്ടം തന്നെയാണ് നമുക്ക് ആദ്യ 4 ദിനങ്ങളിലും കാണാൻ കഴിയുന്നത്. ഒരു നിമിഷം പോലും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ ഒരു താരപുത്രനെ നിലം തൊടുത്താൻ എമ്പുരാന് അല്ലെങ്കിൽ ലാലേട്ടൻ സമ്മതിച്ചില്ല എന്ന് പറയാം. ഒരുപക്ഷെ മലയാള സിനിമ എന്നും ഒരു നാണക്കേടിൻ്റെ വക്കിൽ തന്നെയായിരുന്നു. ഒരു തമിഴ് സിനിമ വന്ന് കേരള ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചിട്ട് പോവുക. ഇവിടെ കൊമ്പന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരുണ്ടായിട്ട് അവർക്ക് ആ ഒരു സിനിമയുടെ മുകളിലേക്ക് കയറാൻ കഴിയില്ല. എന്ത് മലയാളം ഹേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. വേറെ ഒന്നുമല്ല, തമിഴ് നടന്മാർക്കാണോ, ഹിന്ദി നടന്മാർക്കാണോ, തെലുങ്ക് നടന്മാർക്കാണോ ഇവിടെ ആധിപത്യം എന്ന ചോദ്യം അത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വന്നാണ്. നമുക്ക് വിജയ് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അതൊന്നും പുറത്ത് പറഞ്ഞില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഇതൊന്ന് തകർക്കണേ. പക്ഷേ പലരും ശ്രമിക്കാൻ പോലും കഴിഞ്ഞില്ല. ചിലർക്ക് ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടു. പക്ഷേ അവിടെ ലാലേട്ടൻ വേണ്ടി വന്നു. 5-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ 7 കോടി 15 ലക്ഷം രൂപയാണ് ലിയോ നേടിയതെങ്കിൽ 5-ാം ദിവസം 10 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ നേടിയത്. 6-ാം ദിവസം 5 കോടി 20 ലക്ഷം രൂപ നേടിയ ലിയോ അവിടെ തകർന്നത് എമ്പുരാൻ്റെ മുന്നിൽ 8.54 കോടിയാണ്. എല്ലാ മേഖലയിലും എല്ലാ ദിനങ്ങളിലും എമ്പുരാൻ തന്നെ മുന്നോട്ട് കുതിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ വെറും 6 ദിവസം കൊണ്ട് 45 കോടി നേടിയ ലിയോയെ 61 കോടിക്ക് മുകളിൽ നേടി എമ്പുരാൻ അടപടലം തകർത്ത് കളഞ്ഞ ദിവസങ്ങൾ. 7-8 ദിവസങ്ങളിലെ കളക്ഷൻ ഇനി വരാനിരിക്കുന്നു. 7-ാം ദിവസത്തെ കളക്ഷൻ നമുക്കറിയാം 4.5 കോടിയാണ് നമുക്ക് പ്രീസെയിലിൽ വന്നെങ്കിൽ 6 കോടിക്ക് മുകളിലാണ് ഫൈനൽ ഗ്രോസായി വന്നത്. അതും നമുക്ക് പറയാം ലിയോയുടെ കളക്ഷനേക്കാൾ മുകളിലായി ആണ് എന്നുള്ളത്. ഇനി 8-ാം ദിവസം നോക്കുവാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഒരു ഇടിവൊക്കെ ഉണ്ടാകും. ഒരു 5 കോടി 4.5 കോടി 5 കോടിയായിരിക്കാം 8-ാം ദിവസത്തെ കളക്ഷൻ വരാൻ പോകുന്നത്. അന്ന് ലിയോയ്ക്ക് അതിലും കുറവായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്താണേലും ഒരു കാര്യം പറയാം, ഇവിടെ ലിയോയ്ക്ക് മുകളിൽ, അതായത് നമുക്കറിയാം ദളപതി എത്രത്തോളം ഗംഭീരമായ ആരാധകരുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏത് റേഞ്ചിൽ പോകുന്നതാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ മലയാളത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് മോഹൻലാൽ. അതെ, അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ദളപതിയൊന്നും അതിൻ്റെ ഏരിയയിൽ പോലും കൂട്ടാൻ കഴിയില്ല എന്നറിയാൻ ലാലേട്ടൻ്റെ മുന്നിൽ. പക്ഷേ സ്റ്റാർ പവറിൽ അദ്ദേഹത്തിന് തന്നെയാണ് മുന്നിൽ. പക്ഷേ ഇവിടെ അതിൻ്റെ മുകളിലേക്ക് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ലാലേട്ടൻ തിളങ്ങുന്ന കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഒരു മലയാളിയായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതുതന്നെയാണ് ലാലേട്ടൻ ഞങ്ങൾക്ക് നേടിത്തന്നത്. അതായത് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ അങ്ങനെ ഒരു ചിന്ത ഉറപ്പായിട്ടുണ്ടാകും. അത് ഇനിയും ലിയോ പോലെയുള്ള സിനിമകളുമായി വിജയ് വരണം ഒരു പക്ഷേ മോഹൻലാലിൻ്റെ ഈ റെക്കോർഡ് തകർക്കാൻ. ഇല്ലെങ്കിൽ മോഹൻലാൽ തന്നെ വീണ്ടും ഇത് തകർക്കുന്നത് കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.